ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ആഗസ്റ്റ് മാസ ഫലമാണ്. ആഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിന്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമായിരിക്കുന്ന ഒരു മാസമാണ് ആഗസ്റ്റ് മാസം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. ഗ്രഹനില നോക്കുന്ന കാര്യത്തിലായാലും തൊഴിൽ തടസ്സമോ വിദ്യാ തടസ്സമോ അങ്ങനെയുള്ള പല വിധത്തിലുള്ള കാര്യങ്ങൾ. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ 12-ാം ഭാവത്തിൽ, അതായത് ഭ്രംശസ്ഥാനത്താണല്ലോ വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. അത് ചില കാര്യങ്ങൾക്ക് നല്ലതാണ്, എന്നിരുന്നാൽ എല്ലാ കാര്യങ്ങൾക്കും അത്ര തൃപ്തികരം അല്ലതാൻ. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. ആദ്യത്തെ 15 ദിവസം, ആഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ 15 ദിവസം കുറച്ച് ദേഷ്യമൊക്കെ വർദ്ധിക്കുന്നതിനും ഒക്കെ സൂചനയുണ്ട്. ഉഷ്ണ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുക. രണ്ടാമത്തെ 15 ദിവസം, അതായത് ആദ്യ പകുതി കഴിഞ്ഞിട്ട് ദേഷ്യമൊക്കെ നിയന്ത്രിക്കണം. അതായത് സംസാരങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ അനിവാര്യമാണ്. സംസാരത്തിലെ പിഴവുകൾ ശത്രുക്കൾ ആയുധമാക്കുവാൻ സൂചനയുള്ളതിനാൽ അതീവ ജാഗ്രത അക്കാര്യത്തിൽ ആവശ്യമാണ്. സ്വന്തമായിട്ട് ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകുന്നവരോ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്ത് വിജയിപ്പിക്കുന്ന പ്രധാന സ്ഥാനത്തിരിക്കുന്നവരും ഒക്കെ തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യത്തിൽ മനസ്സറിയാത്ത കാര്യത്തിന് ചില ശ്രദ്ധ കുറവ് കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ സഹപ്രവർത്തകരുടെ നിസ്സഹകരണം കൊണ്ടോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ വിജയിക്കുവാൻ പറ്റുന്ന സന്ദർഭം. അധികമായ സാഹസികത പാടില്ല. പൊതുവെ രാജയോഗകാരകനായിരിക്കുന്ന ആ ചൊവ്വാഗ്രഹം 3-ാമിടത്ത് ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും ഭാവത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ സ്വന്തം നാട് വിട്ടു പോകുന്ന ജോലികൾ ചെയ്യുക. ഇന്ന് ധാരാളം ആൾക്കാർ സ്വന്തം നാട്ടിലല്ലല്ലോ ജോലി ചെയ്യുന്നത്, വിദേശത്തോ നമ്മുടെ രാജ്യത്ത് തന്നെയാണെങ്കിലും വിവിധ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഒക്കെയാണ്. അങ്ങനെ നോക്കുമ്പോൾ സ്വന്തം നാട് വിട്ട് വിദ്യാവിജയത്തിന് പോകുന്നവർക്കും തൊഴിൽ കാര്യത്തിന് പോകുന്നവർക്കും ഒക്കെ പൊതുവെ ഐശ്വര്യപൂർണമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം. ദാമ്പത്യ ജീവിതത്തിൽ സുഖവും സന്തോഷവും വന്നു ചേരും. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ യോഗമുണ്ട്. ഉത്തമ സന്താന ഭാഗ്യം ഉള്ള സമയമാണ്. സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവങ്ങളും ഈ നക്ഷത്രക്കാരായിരിക്കുന്ന പ്രായമായ മാതാപിതാക്കൾക്കും ഒക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. കുടുംബത്ത് സമാധാനവും സ്വസ്ഥതയുമുള്ള സമയമാണ്. ഭ്രംശസ്ഥാനത്ത് നിന്നിട്ടായാലും പൂർണ്ണമായ ദൃഷ്ടി കേന്ദ്രാധിപൻ കൂടിയായ 9-ാം ഭാവാധിപൻ കൂടിയായ ആ വ്യാഴം ഭാഗ്യാധിപൻ കുടുംബത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അത് വളരെ നല്ലതാണ്. കുടുംബത്തെ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിനും വിജയങ്ങൾ വന്നു ചേരും. ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ തീരുമാനമെടുക്കുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു സമയം. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ അനുകൂലമായിരിക്കുന്ന സമയം. വിട്ടുവീഴ്ചയിലൂടെയൊക്കെ വേണം ചെയ്യുവാനായിട്ട്. മനസ്സ് എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാവുള്ളൂ. പരാജയപ്പെട്ടു പോയല്ലോ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ച് വിഷമിച്ച് പ്രയാസപ്പെട്ട് പ്രവർത്തിച്ചാൽ നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ വളരെ സൂചന കൂടുതലാണ്. വളരെ ശ്രദ്ധയോടുകൂടി വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ. തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല വിജയങ്ങൾ വന്നു ചേരും. അത് സർക്കാർ ജോലിക്കാരായാലും തത്തുല്യ പദവിയോടുകൂടിയ പ്രൈവറ്റ് ജോലികൾ ചെയ്യുന്നവരായാലും കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവരോ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന ഹോം നേഴ്സോ മറ്റ് ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളോ
ബ്യൂട്ടി പാർലർ നടത്തുന്നവര്, അങ്ങനെ ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും ഒക്കെ പൊതുവെ നല്ല വിജയങ്ങളും സന്തോഷവും നല്ല ലാഭങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്ക് പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വന്നു ചേരുന്നതിനും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും ബന്ധുമിത്രാദികളുമായിട്ട് സമാഗമം ഉണ്ടാകുക, ബന്ധുഗൃഹങ്ങളിലൊക്കെ സന്ദർശനം നടത്തുന്നതിനും അതുപോലെ തന്നെ ബന്ധങ്ങൾ പുതുക്കുന്നതിനും പിണക്കങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം. ആരോഗ്യപരമായിട്ടും പൊതുവെ നല്ല കാലം. ഏറ്റവും പ്രധാനമായിട്ട് ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നതും ദോഷങ്ങളൊക്കെ അകന്ന് ഐശ്വര്യങ്ങൾ കൊണ്ടെത്തും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.